നിങ്ങളുടെ ആഗ്രഹം എന്തുമാവട്ടെ, ഈ ഒരു അമല് കൊണ്ട് ഏതു ആഗ്രഹങ്ങളും നടന്നു കിട്ടും. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു അമലാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ മഹത്വം കൊണ്ട് അത്ഭുതം നിനക്ക് കാണാം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും വലിയ രക്ഷയാണ് ഈ ഒരു അമൽ. ഈ ഒരു അമലിനെ ജീവിതത്തോട് ചേർത്ത് വെക്കും. നിന്റെ ഏത് നടക്കാത്ത ആഗ്രഹം നടന്നു കിട്ടും. ഒന്ന് ചെയ്തു നോക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സിമ്പിളായി ചെയ്യാൻ പറ്റിയൊരു അമലാണ്. ധാരാളം ആളുകൾ പറയുന്നതാണ്, ഒരാഗ്രഹങ്ങളും നടന്നു കിട്ടുന്നില്ല. കുറേ സ്വപ്നങ്ങൾ ജീവിതത്തിലുണ്ട്, ഒന്നും നടന്നു കിട്ടുന്നില്ല. മകൻക്കൊരു ഹൈറായൊരു ഇണയെ കിട്ടുന്നില്ല, മകൻക്ക് ജോലി ലഭിക്കുന്നില്ല, ഭർത്താവിന് ജോലിയില്ല. പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു നോക്കി, ജോലി അടുത്ത് കിട്ടുന്നില്ല. തടസ്സങ്ങളാണ് ഈ ജോലിയിലുള്ള തടസ്സങ്ങൾ, വിവാഹത്തിലുള്ള തടസ്സങ്ങൾ, ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പല കാര്യങ്ങളും ചെയ്തു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഏതൊരു സ്വപ്നവും നിറവേറിക്കിട്ടും. നിന്റെ ഏതൊരു ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടാൻ അത്ഭുതകരമായിട്ടുള്ളൊരു അമൽ ഇൻഷാ നമുക്കൊന്ന് പറഞ്ഞാലോ? കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അമലിലേക്ക് കടക്കാം. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത് നമുക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഹൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം. അള്ളാഹുവെ ജീവിതത്തിൽ വലിയ മനസ്സമാധാനം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? നമുക്ക് ഈ അമലിന് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള കുറച്ച് കല്ലുപ്പെടുത്തുകൊണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ വലത് കൈയിൽ ആ കല്ലുപ്പ് വെച്ചിട്ട് സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്ത്. ഈ ആയത്ത് വലിയ മഹത്തുള്ള ആയത്താണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു എല്ലാം കൊടുത്ത ആയത്താണ്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സമയത്ത് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത അലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഈ ദുആ ചെയ്തപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു എല്ലാം കൊടുത്തു. ഭാര്യയെ കൊടുത്തു, ജോലി കൊടുത്തു, എല്ലാം കൊടുത്തു. അത്ഭുതകരമായിട്ടുള്ള ആയത്താണ്. ഈ ആയത്ത് നിങ്ങൾ ഓതി ഈ അമലും കൂടി നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാം തരും. മകൻക്ക് ജോലി റെഡിയാവുന്നില്ലേ? അല്ലാഹു ഒരു ജോലി അടുപ്പിച്ചു തരും. മകൻക്ക് വിവാഹങ്ങൾ റെഡിയാവുന്നില്ലേ? അല്ലാഹു അടുപ്പിച്ചു തരും. ഭർത്താവിന് ജോലി റെഡിയാവുന്നില്ലേ? അല്ലാഹു അടുപ്പിച്ചു തരും. വീട് പണി തുടങ്ങി ഞങ്ങളെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ചു തരും. ഒരു സ്ഥലം കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്, ഇതുവരെ വിറ്റ് പോകുന്നില്ല, അള്ളാഹു അതിന്റെ മാർഗ്ഗം എളുപ്പമാക്കി തരും. അങ്ങനെ പറഞ്ഞ് നിന്റെ ഏതൊരു മുറാദും ഹാസിനായി കിട്ടും ഈ അമല് കൊണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്ത്, റബ്ബി ഇന്നി ലിമാ അൻസൽത അലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഈ ആയത്ത് 11 പ്രാവശ്യം ഓതുക. സിമ്പിളായിട്ട് ഓതിക്കൂടെ? എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച ഈ ഉപ്പിലേക്ക് 3 പ്രാവശ്യം ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് വീടിൽ പല ഭാഗങ്ങളിലായിട്ടൊന്ന് കുടയുക. പല ഭാഗങ്ങളിലായിട്ട് വീട്ടിലൊന്ന് കുടഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ചെടിയുടെ ചുവട്ടിലോ കൊണ്ടുപോയി പാരുക, മുറ്റത്ത് പാരുക. നമ്മളെ മുറ്റത്ത് അത് ഒഴിവാക്കുക, നല്ല ഭാഗത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇത് തുടർച്ചയായിട്ട് 7 ദിവസം നിങ്ങൾ ചെയ്യാം. 7 ദിവസം കൊണ്ട് നിന്റെ ഹലാലായ ആ ഒരു മുറാദ് ഹാസിലാവും. നിന്റെ നടക്കാത്ത ആ സ്വപ്നം നടന്നു കിട്ടും. ഇത് മുജറബായിട്ടുള്ള അമലാണ്. ചെയ്ത് ജീവിതത്തിൽ റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് നോക്ക്. നീ ആഗ്രഹിക്കുന്ന ഒരു മുറാദ് മനസ്സിൽ കരുതി 7 ദിവസം ചെയ്യാം. 1000 മുറാദ് കരുതിയിട്ട് ചെയ്യരുത്. ഒരു മുറാദ്, എൻ്റെ മകൻക്കൊരു ഹൈറായ ജോലി,
അല്ലെങ്കിൽ എൻ്റെ മകൻക്കൊരു ഹൈറായ ഇണ ഈ ആയത്ത് കൊണ്ട്, ഈ അമല് കൊണ്ട് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരു യക്കീൻ, ഒരു ഉറപ്പ്, ഏതൊരു അമല് നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഉറപ്പ് വേണം. ആ മൗലിയർ പറഞ്ഞതല്ലേ, ചെയ്തു നോക്കുക, അങ്ങനല്ല വേണ്ടത്. ഒരു ഉറപ്പോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ മഹത്വം കൊണ്ട് അത് നടന്നു കിട്ടണം. എന്തിനേറെ പറയണം, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു എല്ലാം കൊടുത്തില്ലേ, എല്ലാം കൊടുത്തില്ലേ, ഈ ആയത്ത് കൊണ്ടെല്ലാം കൊടുത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ സകലമായ മുറാദുകളും അള്ളാഹുവേ നീ ഹസ്നാക്കി നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു തരണേ അള്ളാഹു. നമ്മൾ ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞു, ഓരോരോ അമലുകൾ ചെയ്തുകൊണ്ട് റിസൾട്ട് നേടിയ ധാരാളം ആളുകളുണ്ട്. അതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്ക്, ഈ അമല് നിങ്ങളും ഒന്ന് ചെയ്തു നോക്ക്. അള്ളാഹു നിനക്കും ഉത്തരം നൽകും, തീർച്ചയായും. അള്ളാഹു ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണം, ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.